നമസ്കാരം പ്രിയപ്പെട്ടവരെ. സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെ കേസ് കൊടുത്ത് വാമൂടി കെട്ടാൻ ശ്രമിക്കുന്ന ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനം പെട്ടെന്ന് തോന്നിയ ഒരു വൈരാഗ്യ ബുദ്ധിയിലാണ് ഈ കേസ് കൊടുത്തതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. 2023 കേരളത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും മാധ്യമധർമ്മത്തെയും മലീനസപ്പെടുത്തിക്കൊണ്ട് മനുഷ്യത്വമുള്ള ഒരാളും ചെയ്യാത്ത ഒരു ക്രൂരകൃത്യം ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന സ്ഥാപനവും അതിലെ ചില മാധ്യമ പ്രവർത്തകരും കൂടി ചെയ്തുകൂട്ടി. ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന കേരളമെന്ന കൊച്ചു സംസ്ഥാനത്തെ, ദൈവത്തിന്റെ സ്വന്തം നാട്ടിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയും കേരളത്തിലെ സ്കൂളുകളും കോളേജുകളും മയക്കുമരുന്ന് മാഫിയ കൈയടക്കി എന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടി പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഉപയോഗിച്ച് വ്യാജ വീഡിയോ നിർമ്മിച്ച് കോൺഗ്രസിനും UDF-നും രാഷ്ട്രീയ ലാഭമുണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ കേസെടുക്കുകയും ആ കേസ് ഇപ്പോഴും അന്വേഷണം നേരിടുകയും ചെയ്യുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു 6 വീഡിയോ ചെയ്തിരുന്നു. എന്തായാലും ആ വീഡിയോയിൽ ചിലതെങ്കിലും അവരൊക്കെ കണ്ടു കാണും. ഫോൺ വിളിച്ച് സംസാരിക്കുന്നതും അല്ലാതെയുമായി 6 വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൽ ഒരു വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ കോട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള 5 വീഡിയോകൾ നാളെ മണിക്കൂറുകൾ ഇടവിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. എന്തായാലും കേസ് കൊടുത്ത് കേസ് നേരിടേണ്ടതാണല്ലോ. എന്തായാലും അത് കാണാത്തവർ അതും കൂടിയൊക്കെ ഒന്ന് കാണട്ടെ. അപ്പോൾ ആ വീഡിയോ കാണുക. ഇനിയുള്ള വീഡിയോകളും ഈ ഐഡിയിലൂടെ തന്നെ നിങ്ങൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. കഴിഞ്ഞ കുറെ മാസങ്ങളായി കേരളത്തിലെ സൈബർ കടന്നലുകൾ കാത്തിരുന്ന ആ മ്യാരകമായ അന്യായമായ ആ കരച്ചിലിന്റെ ദിവസമായിരുന്നു ഇന്ന്. ഓരോ കരച്ചിലിനും ഓരോ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾക്ക് നമ്മുടെ കയ്യിൽ ഓരോ മറുപടികളുമുണ്ട്. എന്തായാലും അക്കമിട്ട് ആ കരച്ചിലും അതിനുള്ള മറുപടിയും നമുക്ക് കണ്ടു രസിക്കാം. ആദ്യം കരച്ചിൽ നമ്പർ 1. മാപ്രകൾ എന്നാണ് CPM-ന്റെ വിളി. ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ്. എന്ത് വർഗരാഷ്ട്രീയമാണ് മാപ്രകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇത് കേൾക്കുന്ന സഖാക്കളെങ്കിലും വിശദീകരിക്കണം. ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടി തന്നെയാണ് മാപ്രകൾ എന്ന വ്യാഖ്യാനത്തോടെ മാധ്യമങ്ങളെ ആക്ഷേപിക്കുന്നത്. അക്ഷരങ്ങൾ കൂട്ടിക്കൊടുത്ത് മാത്രം ശീലമുള്ള കേരളത്തിലെ ഏഷ്യാനെറ്റിലെ മാപ്രയോട് പറയാനുള്ളത്, മാപ്ര എന്ന് വെച്ചാൽ മാധ്യമ പ്രവർത്തനം. പ റായിട്ടിട്ട് വള്ളിയിട്ടാൽ പത്ര റിപ്പോർട്ടർ. മാ കു എന്ന് വെച്ചാൽ മാധ്യമ കൂട്ടിക്കൊടുപ്പ്. മാ കു ക എന്ന് വെച്ചാൽ മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരൻ, കൂട്ടിക്കൊടുപ്പുകാരി എന്ന് വായിക്കാം. എച്ച് എഡിറ്റോറിയൽ ചീഫ്, ബ്യൂച്ചി ബ്യൂറോ ചീഫ്. അങ്ങനെ നിരവധി ഷോർട്ട് നെയിമുകൾ കേരളത്തിലെ സൈബർ കടന്നലുകളായ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പടച്ചു വെച്ചിട്ടുണ്ട്. മറ്റുള്ളവനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന നേരത്തിൽ ഒരല്പമെങ്കിലും വിശ്രമവേളയിൽ ഇതൊക്കെ ഒന്ന് കാണാതെ പഠിക്കുക. കാരണം ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഇത് നല്ലതുപോലെ ഉപകാരപ്പെടും. ഇനി നമുക്ക് കരച്ചിൽ നമ്പർ 2 കണ്ടിട്ട് തിരിച്ചു വരാം. രാജേഷ്, ഇത് ഒരു ദിവസം ഫയൽ ചെയ്തുവെങ്കിൽ ആ ദിവസത്തെ ഫോൾഡറിനകത്ത് സേവ് ആയി കിടക്കുന്നുണ്ടാവും. ആ ദിവസം മാത്രം പരിശോധിച്ചാൽ മതി. ഇപ്പോൾ ഇതിനകത്തുള്ള 300 400 വാർത്തകളൊക്കെയാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒട്ടൊരു ലോജിക്കില്ലാതെ ഇതിനകത്ത് ഇത്ര മണിക്കൂറുകൾ ചെലവഴിക്കാം എന്നുള്ള മട്ടിലാണ്. അതേപോലെ ഏഷ്യാനെറ്റ് ചാനലിനെ പേടിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഇതിന്റെ പിന്നിൽ എനിക്ക് തെളിവുകൾ എടുക്കാൻ എത്രയോ ശാസ്ത്രീയമായ പല പല മാർഗ്ഗങ്ങളുണ്ട്. അതൊന്നും ഷാജഹാനെ, കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. 400 അല്ല, ചിലപ്പോൾ 4000 ഫയൽ പരിശോധിക്കേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ പ്രായപൂർത്തിയാകാത്ത 14 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടിരുത്തി പീഡിപ്പിച്ചു എന്ന് കള്ളവാർത്ത കൊടുത്തതാ. നിന്നെയൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം മകളെ പീഡിപ്പിക്കുന്ന അച്ഛനുള്ള കാലഘട്ടമാണിത്. ചെറുമകളെ പീഡിപ്പിക്കുന്ന മുത്തച്ഛന്മാരുള്ള കാലഘട്ടമാണിത്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ സ്വന്തം സഹോദരിയെയും അമ്മമാരെയും പീഡിപ്പിക്കുന്നവന്മാരുടെ കാലഘട്ടമാണിത്. അതേ വൈകൃത മനസ്സും പ്രാകൃത ചിന്താഗതിയും ഉള്ളവരാണ് ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്നത്. അതുപോലെയുള്ള പീഡനങ്ങൾ വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് കേരളത്തിലെ പോലീസിനെ അന്വേഷിക്കുകയും വേണം. മലയാളികളായ ഞങ്ങൾക്കത് അറിയുകയും വേണം. കരഞ്ഞിട്ട് കാര്യമില്ല. ഇനിയെങ്കിലും ഈ കൂട്ടിക്കൊടുപ്പ് പരിപാടി നിർത്തിയാൽ മതി. നമുക്ക് പിന്നെ ഇങ്ങനെ കരയേണ്ടി വരില്ല. എന്തായാലും കരച്ചിൽ നമ്പർ 3 കണ്ടിട്ട് തിരിച്ചു വരാം. പ്രത്യേകിച്ചും CPM SFIയും ഒക്കെ തന്നെ ഇന്നലെ പകൽ മുഴുവൻ വലിയ പ്രതിരോധത്തിലായി പോയിരുന്നു. കാരണം സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നായി പൊതുസമൂഹം ഒട്ടാകെ തന്നെ ഈ സംഭവത്തെ അപലപിക്കുകയും കുറ്റക്കാർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പാർട്ടിയും SFIയും ഒക്കെ തന്നെ വലിയ തോതിൽ പ്രതിരോധത്തിലായത്. പ്രത്യേകിച്ചും ഇത് CPM-ൽ തന്നെ, എറണാകുളത്തെ CPM-ൽ തന്നെ വലിയ അതൃപ്തി ഒരു വിഭാഗം നേതാക്കളിൽ വലിയ തോതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഇത് അനാവശ്യമായി പോയി എന്നുള്ളതാണ് അവർക്കുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എങ്ങനെയും പെട്ടെന്ന് തീർക്കാനുള്ള ശ്രമമാണ് പാർട്ടി തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ CPIM-ന്റെ ജില്ലയിലെ ഏതെങ്കിലും ഒരു നേതാക്കൾ, നമുക്ക് വ്യവസായ മന്ത്രി P. രാജീവുണ്ട്, ജില്ലാ സെക്രട്ടറി CN മോഹനുണ്ട്, അവരിൽ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് നമ്മുടെ ഓഫീസിൽ ജോഷിയോടോ അഭിലാഷോടോ വിളിച്ച് എന്താണ് സംഭവിച്ചതെന്നോ, അല്ലെങ്കിൽ ഈ സംഭവത്തിൽ അവർക്ക് ദുഃഖമുണ്ടെന്നോ ഖേദമുണ്ടെന്നോ, ആ സംഭവത്തിൽ അവർക്ക് പങ്കില്ലെന്നോ, അങ്ങനെ എന്തെങ്കിലും ഒരു ആശയവിനിമയം ഇത് സംബന്ധിച്ച് ഈ സമയം വരെ നടത്തിയിട്ടുണ്ടോ? ഈ ഉളുപ്പ്, അഭിമാനം, ആത്മാഭിമാനം ഇതൊന്നും കടയിൽ നിന്നും വാങ്ങിക്കുന്ന സാധനങ്ങളല്ല മാപ്രാക്കളെ. കുടുംബപരമായിട്ട് നമ്മുടെ ജീവിത ശൈലിയിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. ഒരല്പമെങ്കിലും നാണവും മാനവും ഉളുപ്പും ഒക്കെ നിനക്കൊക്കെ അവശേഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ വന്നിങ്ങനെ ന്യായീകരിക്കില്ലായിരുന്നു. കേരളത്തിലെ ജനത മുഴുവൻ SFIയുടെ കൂടെയാണ്, CPM-ന്റെ കൂടെയാണ്, ഇടതുപക്ഷത്തിന്റെ കൂടെയാണ്. കാരണം സ്വന്തം മകളെ, 14 വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ചു എന്ന് കള്ളവാർത്ത കൊടുത്ത മനുഷ്യരൂപം കൊണ്ട് ആ ഇരുകാലി ജന്തുവിനെതിരെ
കേരളം മൊത്തം പ്രതിഷേധിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചത് കേരളത്തിലെ ഇടതുപക്ഷവും ഇടതുപക്ഷ സംഘടനകളുമാണ്. ആ ഇടതുപക്ഷ സംഘടനകളോടൊപ്പമാണ് നല്ല രീതിയിൽ ചിന്തിക്കുന്ന, മാനവികത ഉയർത്തിപ്പിടിക്കുന്ന, മനുഷ്യത്വമുള്ള കേരളത്തിലെ ജനങ്ങൾ. പിന്നെ കൂട്ടിക്കൊടുപ്പും കുതികാലുവെട്ടും മാത്രം ശീലമുള്ള കോൺഗ്രസിന്റെയും BJPയുടെയും പിന്തുണ കണ്ട് നിങ്ങൾ ആളാവാൻ നിൽക്കേണ്ട. അവർക്ക് ഇതല്ലാതെ മറ്റൊരു ജോലിയും അറിയില്ല. അപ്പോൾ ഇനിയൊരു കരച്ചിലുണ്ട്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ കരച്ചിൽ. അതൊരു അന്യായ കരച്ചിലായിരുന്നു. ആ കരച്ചിലും അതിനുള്ള മറുപടിയും കാണാം, കാത്തിരിക്കുക. ഇവർക്ക് പ്രിൻസിപ്പലിനെ അവമാനിക്കാം, പ്രിൻസിപ്പലിനെ പൂട്ടിയിടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒരു മാധ്യമ സ്ഥാപനത്തിലേക്ക് കടന്നു കയറി അതുപോലെ ഒരു ബാനറും പോസ്റ്ററും അതിനകത്ത് എഴുതി വെച്ച് പേടിപ്പിക്കാൻ വേണം, വരട്ടാൻ നോക്കാം, പേടിപ്പിക്കാൻ നോക്കുകയാണ്. നിങ്ങൾ പേടിച്ചു പോകുന്ന നമുക്ക് നോക്കാം. ഒരു മാധ്യമത്തിന്റെ ഓഫീസിൽ കൊച്ചി നഗരത്തിൽ പട്ടാപ്പകൽ ഇത് ചെയ്യാൻ മടിക്കാത്ത ആളുകൾ ഇത് എന്ത് ചെയ്യാനാണ് മടി? കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുമായ VD സതീശനോടാണ്, നിങ്ങളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്, അല്ലാതെ കൂട്ടിക്കൊടുപ്പുകാർ സംഘടനയുടെ നേതാവല്ല. 14 വയസ്സുള്ള ഒരു പ്രായപൂർത്തിയാകാത്ത സ്വന്തം മകളെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് കള്ളവാർത്ത കൊടുത്ത ആ അമ്മയെന്ന് വിളിക്കാനും പറ്റില്ല, സ്ത്രീ എന്ന് വിളിക്കാനും പറ്റില്ല, ആ താരകയ്ക്കെതിരെ 2 വാക്ക് പ്രതികരിക്കാതെ അതിനെതിരെ പ്രതികരിച്ച ഇടതുപക്ഷത്തിനെയും SFIയെയും കടന്നാക്രമിച്ചിട്ട് എന്താണ് നിങ്ങൾ മലയാളികൾക്ക് സമർപ്പിക്കുന്നത്? പ്രതിപക്ഷ നേതാവെന്ന പട്ടത്തേക്കാൾ നിങ്ങൾക്ക് പറ്റിയത് കാമാത്തിപുരത്ത് കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം തൊഴിലാളികളുണ്ട്, അവരുടെ നേതാവാകുക. കാശും കിട്ടും, നിങ്ങൾക്ക് നല്ലതുപോലെ പണിയും എടുക്കാം. ഇനി SFI ഇന്നലെ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് പിക്കറ്റ് ചെയ്തതിനെതിരെയും മാർച്ച് നടത്തിയതിനെതിരെയും, ഇന്ന് കേരള പോലീസ് ഏഷ്യാനെറ്റിൽ കോഴിക്കോട് ഓഫീസ് റെയ്ഡ് ചെയ്തതിനെതിരെയും കേരളത്തിലെ മാപ്രാകളുടെ സംഘടന വളരെ ശക്തമായ രീതിയിൽ അപലപിച്ചിട്ടുണ്ട്. ആ പ്രതിഷേധവും ആ അപലപിക്കലും കണ്ട് ഈ വീഡിയോ അവസാനിക്കുകയാണ്, തീർന്നിട്ടില്ല. കഴിഞ്ഞ 3-ാം തീയതി വൈകുന്നേരം മുതൽ ഉച്ച കഴിഞ്ഞത് മുതൽ ഞാൻ ഏഷ്യാനെറ്റിൽ വിളിക്കുകയാണ്. ഇന്നലെയും വിളിച്ചു, ഇന്ന് ഞാൻ ശല്യപ്പെടുത്തിയില്ല, കാരണം ചായ സൽക്കാരമൊക്കെ നടക്കുകയല്ലേ. ഇതുവരെ 2-3-4 വട്ടം റിസപ്ഷനിസ്റ്റിൽ ഫോൺ എടുത്തു. എന്റെ പേര് ആരെന്ന് ചോദിച്ചു, എന്റെ പേര് പറഞ്ഞു, കണക്ട് ചെയ്യാമെന്നും പറഞ്ഞ് കട്ട് ചെയ്ത് പോയിട്ടതല്ലാതെ ബ്യൂറോ സെക്ഷനിലെ ആരെയും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഒന്ന് പറയുന്നു, നേരോടെ നിരന്തരം നിർഭയം ഞാൻ വിളിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾ ഉത്തരം തരുന്നത് വരെ. അപ്പോൾ പ്രിയപ്പെട്ട സഖാക്കളെ, ലാൽ സലാം.